അമീറുദ്ദീൻ നമസ്കാരം. നമസ്കാരം. അമീറുദ്ദീനെ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. നമ്മൾ മുമ്പ് ഒരു 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതെ. ഇത് ഏത്തർ 450X ജനറേഷൻ 3 അല്ലേ? അതെ. ഇപ്പം നിങ്ങൾ എത്ര കിലോമീറ്റർ ഓടി? 87,000 കിലോമീറ്റർ. ഇത് വണ്ടി എടുത്തിട്ട് ഏകദേശം എത്ര വർഷമായി? 2 വർഷം ആയിട്ടില്ല. 1 വർഷവും 10 മാസം. 1 വർഷം 10 മാസം അല്ലേ? അതായത് 22 മാസത്തിൽ 87,000 കിലോമീറ്റർ ഓടി. അതെ അല്ലേ? ഏത്തറിൽ സത്യം പറയുകയാണെങ്കിൽ 1 ലക്ഷത്തിൻ്റെ മുകളിൽ ഓടിയ ഒരുപാട് ആൾക്കാർ കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളിത് വിളിച്ചിട്ട് ചോദിക്കാൻ കാരണം പലർക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ 87,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ 2 വർഷമാവുന്നതിന് മുമ്പ് നല്ലൊരു ഓട്ടമാണ്. അപ്പോൾ ഒരു ദിവസം എത്ര കിലോമീറ്റർ ഓടലുണ്ട്? സൊമാറ്റോയിലല്ലേ വർക്ക് ചെയ്യുന്നത്? അതെ, സൊമാറ്റോയിൽ. ഒരു ദിവസം എത്ര കിലോമീറ്റർ ഓടും? 150-200 അടുത്ത് വരുന്നു. 200 അടുത്തൊക്കെ ഓടുന്നുണ്ടല്ലേ? അപ്പോൾ ഞാനിത് ജസ്റ്റ് നിങ്ങളെ വിളിക്കാൻ കാരണം ഇത്രയും കിലോമീറ്റർ ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്ക് ഇതിനെക്കുറിച്ചിട്ട് അറിയാൻ കുറച്ച് താല്പര്യം ഉണ്ടാവും. അപ്പം ബ്രോ ഒന്ന് ആദ്യം മുതൽ എല്ലാ കാര്യങ്ങളും ഒന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു തരുമോ? വണ്ടി ഞാൻ ആദ്യം എടുക്കുന്ന സമയത്ത് ഒരു ബെൽറ്റ് മാറ്റാൻ വന്നിട്ടുണ്ട്. അത് 29,500. പിന്നെ മറ്റൊരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് ഒറ്റ തവണ. അത് 57,000 കിലോമീറ്റർ ആകുമ്പോഴാണ് ഏകദേശം ബാറ്ററി കംപ്ലൈൻ്റ് ആയത്. 57,000 കിലോമീറ്റർ ആയതിനു ശേഷം ഞാൻ വണ്ടിയുടെ ഹെൽത്ത് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞങ്ങൾക്ക് കമ്പനി കൊണ്ടായിട്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഓടുന്ന ഒരു വ്യക്തിയാണ് ഡെയിലി. അപ്പോൾ എനിക്ക് വണ്ടീനെ പെർസെൻറ്റേജ് 100% ചാർജിൽ 110 കിലോമീറ്റർ വണ്ടി ഓടാറുണ്ട് സാധാരണ. അപ്പോൾ വണ്ടി ഓടുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഷോർട്ട് വന്ന് കിലോമീറ്റർ ഒരു 20 കിലോമീറ്റർ ഷോർട്ട് വന്ന്. അങ്ങനെ ഞാൻ ചെക്ക് ചെയ്തു. ഒരു ദിവസം വീട്ടിൽ നിന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് ട്രിപ്പ് ഇട്ട് ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് 20% 20 കിലോമീറ്റർ ഷോർട്ട് വന്നു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ വീണ്ടും ചെക്ക് ചെയ്തു. അപ്പം എനിക്ക് കൺഫേം ആയി ഓൾറെഡി ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെന്ന്. ഈ ബാറ്ററി ഇങ്ങനെ വണ്ടിക്ക് ആകെയുള്ളൊരു കംപ്ലൈൻ്റ് ആണ് ബാറ്ററിൻ്റെ ഇങ്ങനെയുള്ള കംപ്ലൈൻ്റ് ആണ് വന്നത്. അത് പൊതുവെ കോമൺ ആയിട്ട് പറഞ്ഞ എല്ലാ വണ്ടിക്കും ഇലക്ട്രിക് വണ്ടികൾക്കും എല്ലാ വണ്ടിക്കും വരുന്നൊരു കംപ്ലൈൻ്റ് ആണ് ഹെൽത്ത്, അത് ബാറ്ററിയുടെ ആയുസ് കുറഞ്ഞു വരിക. അപ്പോൾ കമ്പനി കൊണ്ട് ചെക്ക് ചെയ്തപ്പോൾ കമ്പനി അവർ പറഞ്ഞു കറക്റ്റാണ് നിങ്ങൾ പറഞ്ഞത്, ബാറ്ററിയുടെ ഹെൽത്ത് 20% കുറഞ്ഞിട്ടുണ്ട്, ബാറ്ററി കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വണ്ടി നിർത്തിയിടണം 1 മാസം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റൂല, എനിക്ക് വണ്ടി ഓടിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരു വണ്ടി തരാൻ പറഞ്ഞു അതിന് പകരം. അപ്പോൾ അവർ പറഞ്ഞു വണ്ടി ഇപ്പം ഇല്ല ഓൾറെഡി, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഞങ്ങൾക്ക് സർവീസ് ചെയ്ത് തരാം. അപ്പോൾ വണ്ടി അവിടെ നിർത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ബാറ്ററി അവർ റീപ്ലേസ് ചെയ്തെന്നാണ്. സെല്ല് മാറ്റി അങ്ങനൊന്നും ചെയ്തതല്ല. അതിൽ അവർ പറഞ്ഞ 60,000 കിലോമീറ്റർ 3 വർഷം വാറണ്ടി എന്നാണ് പറഞ്ഞിരുന്നത്. 57,000 കിലോമീറ്ററും 1 കൊല്ലം 1 മാസമായപ്പോഴാണ് ബാറ്ററീൻ്റെ കംപ്ലൈൻറ്റ് വന്നത്. അപ്പോൾ ഞാൻ വണ്ടി നിർത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം എനിക്ക് വണ്ടി അവർ തിരിച്ചു തന്നു. വണ്ടി ബാറ്ററി മാറ്റി തന്നു. 1 രൂപ ചിലവ് വന്നിട്ടില്ല, ഫ്രീ ആയിട്ട് മാറ്റി തന്നാണ്. അത് കമ്പനി പറഞ്ഞ വാറണ്ടിയാണ്. അത് ഏതറിൻ്റെ ഒരു പ്ലസ് പോയിൻ്റാണ്. കാരണം കറക്റ്റ് അവർ പറഞ്ഞ റൂൾസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് അത് അപ്രീസിയേറ്റ് ചെയ്യുന്നുണ്ട് അവർ. ബെൽറ്റ് 29,500 കംപ്ലൈൻ്റ് ആയത്. ഇപ്പോൾ 87,000 കിലോമീറ്റർ ആയി. ഇപ്പോൾ 57,000 കിലോമീറ്റർ രണ്ടാമത് ഉപയോഗിച്ച ബെൽറ്റ് ഞാൻ ഓടുന്നുണ്ട് വണ്ടി. ഇപ്പോഴും ബെൽറ്റിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല. ജസ്റ്റ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആ ബെൽറ്റ് ഏതാണ്. ഈ ബെൽറ്റും ആ ബെൽറ്റും തമ്മിൽ എന്താ വ്യത്യാസം? ആദ്യം കമ്പനി തന്ന ബെൽറ്റ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ബെൽറ്റ് ആയിരുന്നു. ആ ബെൽറ്റ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി. അതായത് ഈ ലൈൻസ് ഇല്ലാത്തത്, ലൈൻസ് ഇല്ലാതെ പ്ലെയിൻ ഇവിടെ പ്ലെയിൻ ആയിരുന്നു. ഇത് പ്ലെയിൻ ആയിരുന്നു. മനസ്സിലായി. ഇത് ജെൻ 2ന്റെ ബെൽറ്റ് ആണ്. ഈ ജെൻ 2ന്റെ ബെൽറ്റ് ആദ്യം വണ്ടി ഇറങ്ങുമ്പോൾ ഇതായിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ ഇറങ്ങുന്ന വണ്ടിയൊക്കെ അവരെന്ത് ചെയ്ത് പ്ലെയിൻ ആക്കി. അത് പെട്ടെന്ന് എല്ലാ കസ്റ്റമറും കംപ്ലൈന്റ് പറയുക, പിന്നെ ഒരു സൗണ്ട് വരിക, ക്രിക്കറിന്റെ സൗണ്ട് റണ്ണിങ്ങിൽ. ഈ ബെൽറ്റ് ആക്കിയതിനു ശേഷം വണ്ടിക്ക് കംപ്ലൈന്റ് പൊട്ടിപ്പോന്നിട്ടില്ല. പിന്നെ അതുപോലെ സൗണ്ട് കുറവുണ്ട്. നിങ്ങളിപ്പോൾ പറഞ്ഞ പ്രകാരം നിങ്ങളുടെ ബാറ്ററി പാക്ക് മൊത്തം മാറ്റിയതല്ലേ? അതെ. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ജസ്റ്റ് രക്ഷപ്പെട്ടതല്ലേ? നിങ്ങളുടെ വാറണ്ടി പീരീഡിന്റെ കുറച്ച് മുമ്പേ അല്ലേ മാറ്റിയത്? ഇനിയിപ്പോൾ വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററി പാക്ക് ഫുള്ള് മാറ്റേണ്ടതെങ്കിൽ ഏകദേശം എത്ര രൂപയാണെന്ന് അറിയോ? കമ്പനിയിൽ ഏകദേശം വരുന്നത് 60 മുതൽ 70 വരെയാണ്. 70,000 രൂപ 70,000 വരെ വരുന്നുണ്ട്. ഓക്കെ, സർവീസ് എല്ലാം അടക്കം. നിങ്ങളെ ബാറ്ററി ഡൗൺ ആയി എന്ന് പറഞ്ഞില്ലേ? അത് എങ്ങനെയാ? ഗ്രാജുവലി പതുക്കെ കുറഞ്ഞാണോ, അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എങ്ങനെയാ അത് സംഭവം? അത് വണ്ടി ഓടി നിൽക്കുന്ന സമയത്ത് തന്നെ
തുടക്കത്തിൽ ഒരു 5% കുറഞ്ഞ്, പിന്നെ ഒരു 10% കുറഞ്ഞ്, ഇനി 15% കുറഞ്ഞ്, പിന്നെ 20% കുറഞ്ഞ്. അത് 20% 20 കിലോമീറ്റർ, അതായത് 100% വണ്ടി കിലോമീറ്റർ ഓടുന്ന വണ്ടി ഒരു ദിവസം പിന്നെ 80 കിലോമീറ്റർ വണ്ടി ഓടുന്നത്, പിന്നെ കുറഞ്ഞു വരിക. അപ്പോഴത്തേക്കും ഞാൻ വണ്ടി സർവീസിന് കൊടുത്ത് കമ്പനി കാണിച്ച് അങ്ങനെ ബാറ്ററിയുടെ ഹെൽത്ത് ചെക്ക് ചെയ്ത്, അപ്പോൾ ഒരു കൺഫേം ആയി പറഞ്ഞത് ബാറ്ററി ഹെൽത്ത് കുറഞ്ഞിട്ടുണ്ട്, ബാറ്ററി കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞത്. ഈ 20% കുറഞ്ഞത് എത്ര മാസം കൊണ്ടാണ്? അത് ഒരു കൊല്ലം 1 മാസം 57,000 കിലോമീറ്റർ ഓടി. അല്ല, അത് ടോട്ടല്. ഈ ആദ്യത്തെ 5% കുറഞ്ഞില്ലേ, അതെ, അത് എപ്പോഴാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്? അത് 55,000 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ. എന്നിട്ട് 20% ആയത് എത്ര 2000 കിലോമീറ്റർ ഓടുന്ന സമയത്താണ്. അതാണ് ഞാൻ ചോദിച്ചത്. ഈ 2000 കിലോമീറ്റർ ഓടുന്നതിന്റെ ഇടയ്ക്കാണ് ബാക്കി 20% ഷോർട്ട് വരുന്നത് 20%-ന്റെ അല്ലേ? അതെ. അത് വളരെ പെട്ടെന്നാണല്ലേ? അത് പെട്ടെന്ന് പറഞ്ഞാൽ ഒരു മാസം കൊണ്ട് ഏകദേശം 20% ഷോർട്ടായിട്ടുണ്ട്. അപ്പോൾ ബാറ്ററിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഇത്രയും കാലം മീൻസ് ഇത്രയും കിലോമീറ്റർ ഓടിയപ്പം നിങ്ങൾക്ക് മോട്ടോറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പവറിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? ഇല്ല, മോട്ടർ ഇപ്പോഴും നല്ല കണ്ടീഷൻ തന്നെ. ഇപ്പോൾ ബാറ്ററി പാക്ക് ഫുള്ളായിട്ട് മാറാൻ ഏകദേശം 70,000 രൂപയാണ് നിങ്ങൾ പറഞ്ഞത്. ഏകദേശം കണക്കാണ് 70,000. അപ്പം പലർക്കും അവരവരുടെ വണ്ടിയുടെ ബാറ്ററി മാറ്റാൻ ഏകദേശം എത്ര രൂപയാവുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഏകദേശം ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം 1 kWh ബാറ്ററിക്ക് ഇതിപ്പം 3.7 kWh അല്ലേ ഇതിൻ്റെ ബാറ്ററി? അപ്പം 70,000 ഡിവൈഡ് ബൈ 3.7 നോക്കുകയാണെങ്കിൽ ഏകദേശം 18,000 രൂപ 1 kWh ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ വരുന്നുണ്ട് അല്ലേ? അപ്പം ബാക്കിയുള്ള വണ്ടികൾക്ക് അവർക്ക് അങ്ങനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി ഏകദേശം ഒരു ഐഡിയ കിട്ടും ബാറ്ററി പാക്ക് ഫുള്ള് മാറ്റി ചെയ്യുമ്പോൾ ഏകദേശം എത്രയാവും എന്നുള്ളത് അല്ലേ? നിങ്ങൾക്കിപ്പം ഇത്രയും കാലം ഓടിയിട്ട് ഈ സ്പെയർ പാർട്സ് അല്ലെങ്കിൽ അതർ എക്സ്പെൻസസ് ഇലക്ട്രിസിറ്റി ബില്ല് കൂട്ടണ്ട, അല്ലാണ്ട് എത്ര ചിലവായിട്ടുണ്ട് ഇതുവരെ? 22,000 രൂപ. 65,000 കിലോമീറ്റർ ഓടുന്നത് വരെ ഞാൻ എന്തൊക്കെ സ്പെയറാണ് മാറ്റുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ബാക്കിലെ ബെയറിങ് ഒറ്റ തവണ, വീൽ ബെയറിങ് അത് 65,000 ആ കിലോമീറ്ററിലാണ് മാറ്റിയത്. ഫ്രണ്ടും 65,000 ആ സമയത്താണ് മാറ്റിയത് വീൽ ബെയറിങ്. അതേപോലെ ഫ്രണ്ടിലെ ബ്രേക്ക് ഡിസ്ക് ഒറ്റ തവണ മാറ്റിയിട്ടുണ്ട്, അതും 65,000 ശേഷം മാറ്റിയത്. പിന്നെ ബാക്കില് ബ്രേക്കിന്റെ ഡിസ്ക് അതും 65,000 ശേഷം മാറ്റിയത്. പിന്നെ ബെൽറ്റ് അത് ഒറ്റ തവണ മാറ്റിയിട്ടുള്ളൂ, അത് 29,500 മാറ്റിയത്. പിന്നെ ബാറ്ററി അത് കമ്പനി വാറണ്ടിയിൽ മാറ്റിയത് 55,000 കിലോമീറ്റർ ആണ്. പിന്നെ ടയറ്, ബാക്കിലെ ടയറ് 4 വട്ടം മാറ്റിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലെ ടയറ് 2 തവണ മാറ്റിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് 65,000 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഈ ബോൾ റൈസർ വല്ലാതെ ടൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പിന്നെ അത് ലൂസാക്കാൻ കഴിയില്ലെന്ന് അത് പറഞ്ഞു. അതിനുശേഷം ഞാൻ ബോൾ റൈസർ മാറ്റിയിട്ടുണ്ട്, അതും പുറത്തുനിന്നാണ് മാറ്റിയത്. കമ്പനിയിൽ ഓവർ റേറ്റ് ആയതുകൊണ്ട് പുറത്തുനിന്ന് മാറ്റിയതാണ്. അതും 67,000 കഴിഞ്ഞതിന് ശേഷം മാറ്റിയത്. ഇത്രയാണ് വണ്ടിയൊക്കെ കംപ്ലൈൻറ്റ്, ഡിപ്രിസിയേഷൻ, തേയ്മാനം വന്നത്. അതേപോലെ വണ്ടിയുടെ ബ്രേക്ക് പാഡ് അത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഏകദേശം പറഞ്ഞു തരാം. ബാക്കത്തെ ഒരു 6 വട്ടം 7 വട്ടം മാറ്റിയിട്ടുണ്ടാവും, ഫ്രണ്ടും ഇതേമാതിരി ഒരു 4 വട്ടം 5 വട്ടം മാറ്റിയിട്ടുണ്ടാവും. അതും തേയ്മാനല്ലേ? അതും തേയ്മാനാണ്. അതേപോലെ ഫ്രണ്ട്സ്, ഞാൻ അമീറുദ്ദീനെ കാണുന്നതിൻ്റെ മുന്നേ ഏകദേശം കാൽക്കുലേഷൻ എത്രയാവുമെന്ന്, അതായത് ടോട്ടൽ ഇലക്ട്രിസിറ്റി എത്രയാവുമെന്ന് ഞാൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. പുള്ളി ഒന്നാമത് വീട്ടിൽ നിന്നും ചാർജ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പുറത്തുനിന്നും ചാർജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായൊരു കണക്കറിയണമെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ നോക്കണം അല്ലേ? നിങ്ങൾ നോക്കിനോ അത്? ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 18,000 രൂപ ആയിട്ടുണ്ടാവും. വീട്ടിൽ നിന്ന് ഒരു 7,500 രൂപ കറണ്ട് ബില്ലായിട്ടുണ്ടാവും ഈ ഒരു കൊല്ലം 10 മാസത്തിൻ്റെ ഗ്യാപ്പിൽ. പിന്നെ പുറത്തുനിന്ന് ഗ്രിഡിൽ നിന്ന് ചെയ്യുന്നതെല്ലാം കൂടെ 18,000 ആവറേജ് പറയാം. 18,000 രൂപ. അതെ, 18,000 രൂപ ആയിട്ടുണ്ട്. 87,000 കിലോമീറ്റർ ഓടാനല്ലേ? അതെ. അതേപോലെ നിങ്ങൾക്ക് ഈ വണ്ടിക്ക് റേഞ്ച് എത്രയാണ് കിട്ടുന്നത്? എനിക്ക് 100-110 ആ റേഞ്ചാണ് കിട്ടുന്നത്. അത് നമ്മൾ വണ്ടി ഉപയോഗിക്കുന്നതനുസരിച്ച്, വെയിറ്റ് കൂടുന്നതനുസരിച്ച്, കയറ്റം കയറുന്നതനുസരിച്ച് വണ്ടിയുടെ റേഞ്ച് കുറയുന്നുണ്ട്. അപ്പം ആവറേജ് ഒരു 100 കിട്ടുന്നുണ്ട്. ആവറേജ് നമ്മൾ 100 കിട്ടുന്നുണ്ടെങ്കിൽ മിനിമം അതെ ഒരു 100ൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ 87,000 കിലോമീറ്റർ ഓടാൻ
ഒരു പെട്രോൾ വണ്ടിയാണെങ്കിൽ എത്ര രൂപയുടെ പെട്രോൾ അടിക്കേണ്ടി വരും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാൻ പറ്റുമോ? ഓ പറയാം. ജസ്റ്റ് നോക്കൂ. ഞാൻ മാത്സിൽ ഭയങ്കര മോശമാണ്, നിങ്ങൾ നോക്കിയില്ലേ എത്രയാ? 1,74,000 രൂപൻ്റെ പെട്രോളിൻ്റെ ക്യാഷ്. 1,74,000 രൂപ അല്ലേ? അതെ. 85,000 കിലോമീറ്റർ വണ്ടി ഓടിയതിന് ശേഷം ഇപ്പോൾ കറണ്ട് സ്റ്റാറ്റസാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ. അതേ സ്ഥാനത്ത് ഇലക്ട്രിസിറ്റി എത്രയായിരുന്നു നമ്മൾ പറഞ്ഞേ? 18,000 രൂപ. 18,000. പിന്നെ നിങ്ങൾക്ക് ഉണ്ടായ അതർ എക്സ്പെൻസ്? അതും 22,000 23,000 ആ റേഞ്ചിൽ വരുന്നുണ്ട്. അതേപോലെ ഈ വണ്ടിയുടെ പാർട്സ് നമ്മൾ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നില്ലേ? അതെ അതെ. പാർട്സ് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് സർവീസ് എല്ലാം എക്സ്പെൻസീവ് ആണല്ലേ? സ്പെയർ, ലേബർ എല്ലാം എക്സ്പെൻസീവ് ആണ്. ആണല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾ എല്ലാം അവിടെ തന്നെയല്ലേ മാറ്റല്? ഇല്ല, ഞാൻ 35,000 വരെ സർവീസ് ചെയ്തിട്ടുള്ളൂ വണ്ടിക്ക് കമ്പനിയിൽ നിന്ന്. ആ കമ്പനി ചെയ്തിട്ടുള്ളൂ. പിന്നീട് വണ്ടീൻ്റെ സർവീസ് ചെയ്യാനും മൊത്തം പുറത്തുനിന്നാണ് ചെയ്തത്. എവിടുന്ന്? അത് കോഴിക്കോട് കൊട്ടയിൽ ആഷിഖ് തന്നെ ഒരു വ്യക്തി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിയെടുത്ത് ഞാൻ ചെയ്യല്. സാധാരണ ഞാൻ എന്താ പറയാൻ കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഡെയിലി നമുക്ക് ഓടുന്ന അത്രയും ചിലവ് നമുക്ക് അത്രയും കമ്പനി കൊടുക്കാൻ നമുക്ക് കഴിയൂല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. നമുക്കും ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് പുറത്തുനിന്ന് കമ്പനിക്കാൾ പകുതി പൈസ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പുറത്തുനിന്ന് അപ്പോൾ ചെയ്യല്. ആ നമ്പർ വേണം ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് കൊടുക്കാം. നിങ്ങൾ വണ്ടിക്ക് സെൻറ്റർ സ്റ്റാൻഡ് ഫിറ്റ് ചെയ്തില്ല? ഒന്ന് ജസ്റ്റ് ഒന്ന് വണ്ടി സെൻറ്റർ സ്റ്റാൻഡിൽ ഇടുമോ? ഓക്കെ. ഇത് നിങ്ങൾ എവിടുന്ന ചെയ്തേ? ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ്. എത്ര റുപ്യ? ഓൺലൈൻ ആമസോണിലാണുള്ളത്. 1,200 1,300 റേഞ്ച് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഉള്ളതുകൊണ്ട് നമുക്ക് വണ്ടി ബാക്കിലൊക്കെ കഴുകാനൊക്കെ സുഖമാണല്ലേ? അതെ, വണ്ടിയുടെ വീല് മാറ്റാൻ, അതേപോലെ തന്നെ ഈ ബെൽറ്റ് ചളി വന്നു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ, പിന്നെ എന്തെങ്കിലും ചെറിയ മേജർ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വണ്ടി ഒന്ന് പൊന്തി വെക്കുന്നതുകൊണ്ട് നമുക്ക് തന്നെ ഏകദേശം വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ബാക്കിലെ വണ്ടിയുടെ ബ്രേക്ക് പാഡ്, ഈ ബ്രേക്ക് പാഡ് ഞാൻ തന്നെ മാറ്റല്. അതേപോലെ ബ്രോ, എൻ്റെ ഒരു ചെറിയൊരു സംശയമാണ് കേട്ടോ, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചോദിക്കുകയാണ്. അതായത് നിങ്ങളുടെ ബാറ്ററി എത്രയിലാണ് മാറ്റിയെന്ന് പറഞ്ഞ്? 57. നിങ്ങൾ ഒരുപാട് എനിക്ക് തോന്നുന്നത് ഫാസ്റ്റ് ചാർജിങ് ചെയ്യുന്ന ഒരാളാണല്ലേ പുറത്തുനിന്ന്? അതെ. ഒരുപക്ഷെ അതുകൊണ്ടാണോ ബാറ്ററി പെട്ടെന്ന് കേടായത്? അത് പറയാൻ പറ്റൂല. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറേ സ്റ്റാഫ് ഉണ്ട്. അവർ ഫാസ്റ്റ് ചാർജും സ്ലോ ചാർജിങ്ങും ഉപയോഗിച്ചിട്ടും 65,000 80,000 1,00,000 കിലോമീറ്റർ ഓടിയ വണ്ടികൾ ഇവിടെ കോഴിക്കോട് ടൗണിലും എറണാകുളത്തും അവൈലബിൾ ആണ്. കേരളത്തിലും ഏകദേശം അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കിലോമീറ്റർ ഓടിയതിന് എനിക്ക് ഏതറിൻ്റെ വക ഒരു ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ട്. ഹലോ ഹെൽമെറ്റ്. ഏതർ ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ വെച്ചിരുന്നു 2024 ഏതർ അൺലോക്ക് പീപ്പിൾ. അതിലൊരു കേരളത്തിൽ നിന്ന് തന്നെ ഒരു 10-12 ആൾക്കാർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ആള് ഞാനും ആയിരുന്നു. കോഴിക്കോട് നിന്ന് ഒരു 4 പേരുണ്ടായിരുന്നു. അവരൊക്കെ വണ്ടി ഇതേമാതിരി 60,000 80,000 കിലോമീറ്റർ ഓടിയവരുണ്ട്. എന്തായാലും ബ്രോ, നിങ്ങളെ വിലപ്പെട്ട സമയം തന്നതിൽ ഒരുപാട് സന്തോഷം. I get those goosebumps every time.